റിസയുടെ മരണത്തിന് ശേഷമുണ്ട് ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞത് ഇത് കണക്ക് വീട്ടിലൊരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു, ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എന്താ ഇങ്ങനെ ചെയ്തതെന്നുള്ള രീതി അറിയത്തില്ലെന്നൊക്കെ ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേരുണ്ട് ഈ പെണ്ണിൻ്റെ കുടുംബത്തെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ എന്തെങ്കിലും ഇത് കണക്ക് അനുഭവിച്ച് കാണും, അതൊക്കെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കാണുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഓഡിയോ വെളിയിൽ വന്നിട്ടുണ്ട്, തൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് സംസാരിക്കുന്നതാണ്. അതിനകത്ത് പറയുന്നുണ്ട് ഇത് കണക്ക് ഇവിടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഉപദ്രവിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ. അതേ സമയത്തുണ്ട് ഈ കാര്യങ്ങളൊന്നും തൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ലെന്നും അതിനകത്ത് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് ഈ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പോൾ ഈ റിസ മരണപ്പെട്ടതിന് ശേഷം ഉടനെ തന്നെ ഉണ്ട് ഈ ഭർത്താവ് ഉണ്ട് ഈ വിദേശത്തേക്ക് പോയേക്കുവാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഇത്. എന്തായിരുന്നാലും ശരി, വീട്ടുകാർക്കുണ്ട് ഇതിനെപ്പറ്റി ഒരു കാര്യം അറിയത്തില്ലായിരുന്നു. അവർക്കറിയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ആ കുട്ടി അവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഇതറിയാതെ ഒരുപാട് പേരുണ്ട് ഈ വീട്ടുകാരുടെ കയ്യിൽ തെറ്റുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, ആ കുട്ടികൾ മെയിനായിട്ട് ജീവൻ പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. അവനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലഹരിയൊക്കെ ഉപയോഗിക്കും. അതിനെക്കുറിച്ചുള്ള സംസാരവും തർക്കവും ഇങ്ങനെ ആയി തുടർന്നാണ് ഇത് കണക്ക് ഭയങ്കര ഉപദ്രവവും കാര്യത്തിലൊക്കെ പോയി ഇത് കണക്കുള്ളൊരു കാര്യം അവസാനിച്ചത്. ഇനിയും ഉണ്ടെങ്കിൽ ആർക്കും ഇങ്ങനെ ഒന്നും വരാൻ പാടില്ല. സോ ഇവന് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വേണ്ട ശിക്ഷയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം.